ഇടുക്കിയിലെ പല മേഖലകളും വന്യമൃഗാക്രമണ ഭീതിയിലാണ്. അടിമാലി പഞ്ചായത്തിലെ പടിക്കപ്പ് പരിശക്കല്ല് ഭാഗങ്ങൾ ഇപ്പോൾ കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ്. കൃഷി ചെയ്യാൻ കർഷകരും വിളവെടുക്കാൻ വന്യജീവികളും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. വേനൽ കടുത്തു. കാടുകളിൽ നിന്ന് വന്യജീവികൾ കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുമെന്ന ആശങ്കയിലാണ് ഇടുക്കിയിലെ പല മേഖലകളും. മലയണ്ണാൻ മുതൽ പുലിയും ആനയുമെല്ലാം ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു. അധ്വാനിച്ചുണ്ടാക്കിയ കാർഷിക വിളകൾ നശിപ്പിക്കുന്നു. ഇതിനാകട്ടെ മതിയായ നഷ്ടപരിഹാരം പോലുമില്ല. അടിമാലി പഞ്ചായത്തിലെ പടിക്കപ്പ് പരിശക്കല്ല് ഭാഗങ്ങളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൂടിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഇല്ലെന്ന ആക്ഷേപം ശക്തമാണ്. കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെ രൂക്ഷമാണ്. കർഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നട്ടുവെക്കുന്ന സാധനങ്ങളൊന്നും ഒരു വർഷം കഴിഞ്ഞിട്ട് അത് പറിക്കാൻ ചെല്ലുമ്പം അതിന്റെ വേര് മാത്രം കാണുന്ന അവസ്ഥയാണ്. കാരണം പന്നിശല്യം അതിന് മാത്രമുണ്ട്. അതുപോലെ ഈ പ്രദേശം മൊത്തം ഈ കർഷകർക്ക് ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം, കുരങ്ങന്റെ ശല്യമാണെങ്കിൽ ഈ ഭാഗത്തേക്കുള്ള കുരങ്ങന്റെ ശല്യം ഭയങ്കരമാണ്. അവരുടെ മുള്ളൻ പന്നി, അവരുടെ കാട്ടുമൃഗങ്ങളുടെ എല്ലാം തന്നെ. കാട്ടുപന്നിയും മുള്ളൻ പന്നിയും സ്ഥിരമായി കാർഷിക വിളകൾ നശിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടെ എത്തുന്ന വാനരക്കൂട്ടങ്ങളും ചില്ലറ നാശമല്ല വരുത്തുന്നത്. ചക്കയുടെ കാലമെത്തിയാൽ കാട്ടാന ശല്യവും രൂക്ഷമാകും. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കർഷക ഗ്രൂപ്പുകൾ സ്ഥിരമായി ഇവിടെ കപ്പ കൃഷി ചെയ്തു വരുന്നുണ്ട്. മുള്ളൻ പന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കൃഷിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടിയാണ് കർഷകർ ഒരു വിധത്തിൽ കാർഷിക വിളകൾ സംരക്ഷിക്കുന്നത്. എന്നാൽ കാട്ടാനയുടെ ആക്രമണത്തിന് ഇതൊന്നും പരിഹാരമല്ല. ഫെൻസിംഗും ട്രഞ്ചും ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ വനം വകുപ്പും സർക്കാരും തയ്യാറാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി.